അറബിക്കടലിൽ 600ഓളം പരം കണ്ടെയ്നർ മുങ്ങിയിട്ട് കേരള തീരത്തായ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, വർക്കല ഭാഗങ്ങളിൽ കണ്ടെയ്നർ ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഇവിടെ കൊല്ലം പോർട്ടിൽ ഒരു കണ്ടെയ്നറാണ് അവർ കരയ്ക്ക് കയറ്റി പോർട്ടിൽ കയറ്റിയത്. ഏതാണ്ട് 40 ടൺ ഭാരം വഹിക്കാനുള്ള ഒരു ക്രെയിനാണുള്ളത്. പക്ഷേ അവർ 42ഓളം ടൺ വരുന്ന ക്രെയിൻ അവർ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ചേർന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ആ കണ്ടെയ്നർ അകത്ത് കയറ്റിയത്. പക്ഷേ അതിനകത്ത് വെള്ള നിറത്തിലുള്ള പൊടി ഉണ്ടെങ്കിലും അത് കെമിക്കൽ അല്ല എന്നൊരു വിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ കൊല്ലത്ത് തീരത്തണിഞ്ഞ ഈ മത്സ്യത്തൊഴിലാളികൾ തുടരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പോലീസ് ഓഫീസർമാർക്ക് പോലും തൊടുന്നില്ല. അവർ ഇന്നലെ മുതൽ കൊല്ലം ജില്ലയിലാകെ കഷ്ടത്തിലും ദുരിതത്തിലുമാണ്. ആ ഓഫീസർമാർ തൊടാതിരിക്കുന്ന സാധനം പോലും മത്സ്യത്തൊഴിലാളികൾ വരുന്ന തടി കഷ്ണങ്ങളെല്ലാം പിടിച്ച് കരക്കടിപ്പിച്ചപ്പോൾ അവർക്ക് പരിക്കുകൾ പറ്റി, കൈക്കും കാലിനും ദേഹത്തുമൊക്കെ മുറിവുകൾ പറ്റി. അവർ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അതെല്ലാം കരക്കടിപ്പിച്ചു. ആ കരക്കടിപ്പിച്ച തടികളെല്ലാം തന്നെ ഇപ്പോൾ പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി പകുതി തടി ഇവിടെ ഇരിപ്പുണ്ട്. അത് അടുത്ത ട്രിപ്പായിട്ട് കൊണ്ടുപോകും. അവർക്ക് ആരാണ് ഇതിൻ്റെ കൂലി കൊടുക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതിന് പൈസ ആര് തരുമെന്നോ ഒന്നും ആർക്കും തന്നെ അറിയില്ല. വ്യക്തമായ ഒരു മറുപടി പോർട്ടിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആവട്ടെ അതിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരായിട്ട് ആരും തന്നെ നമ്മളോട് സംസാരില്ല. അവർ പറഞ്ഞാൽ പ്രോട്ടോക്കോളാണ്, നമുക്കൊന്നും ഞാൻ പറഞ്ഞു ജനങ്ങൾ അറിയേണ്ട കാര്യമല്ലേ നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർക്കൊന്നും സംസാരിക്കാനില്ല. ഈ തടി എടുത്തവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്തായിരുന്നു? തടി എടുത്തോ കയറ്റിയവർക്ക് അവർക്ക് എന്തെങ്കിലും എന്താണ് പ്രശ്നം? ഇതേ കടലിൽ ഒഴുകി പോയി കഴിഞ്ഞാൽ ഒരു ഫലമില്ല. ഇത് ഞങ്ങളുടെ വല നഷ്ടം, വള്ളം നഷ്ടം. ഇത് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ കണ്ണ് കാണാനൊന്നും പറ്റത്തില്ല. ഇത് ഞങ്ങൾ വലിച്ചിട്ടിരുന്ന് പറയുന്നത് ഇത് വലിച്ചിട്ടവരെ പുറത്ത് കേസെടുക്കുന്നത്. അതെന്തോ ഇപ്പോൾ കേസെടുക്കുമെന്ന് പറഞ്ഞു? ആര് പറഞ്ഞു? ഇവിടെ വന്ന പോലീസുകാർ പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും കുത്തിപ്പറിക്കാനോ പിടിച്ചു പറിക്കാനൊന്നും പോയില്ലെന്നില്ല. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ആൾക്കാർ പോകുമ്പോൾ വേണം, വെള്ളപ്പൊക്കം വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ വരണം. എന്തെങ്കിലും ഒരു സാധനം മേളി വലിച്ചിട്ട് കഴിഞ്ഞാൽ അവരെ പുറത്ത് കേസ്. ഏത് വകുപ്പിലാ? വെറുതെ പറഞ്ഞാണോ അതോ സീരിയസ് ആയിട്ട് പറഞ്ഞു? സീരിയസ് ആയിട്ടാണ് വെറുതെ ആണെന്ന് പറഞ്ഞവർക്കല്ലേ അറിയത്തുള്ളൂ. സാമൂഹ്യ ബോധമുള്ളവർക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണല്ലോ. ഇങ്ങനെ ഇപ്പൊ ഈ തടി പൊങ്ങി വരുന്നത് നമ്മൾ കരയ്ക്ക് വലിച്ചു കയറ്റിയിട്ടു, അതൊരു സഹായമല്ലേ? ഇത് വലിച്ചിട്ടിരുന്ന പറഞ്ഞ് ഇത് വലിച്ചിട്ടവരെ പുറത്ത് കേസ് എടുക്കും. ഇത് മൊത്തത്തിൽ കണക്കാണിക്കുന്നത്. ഇത് ഒഴുകിപ്പോയത് ഞങ്ങളെങ്ങനെ കണക്കാണിക്കുന്നത്? ഇത് ഇവിടുന്ന് അങ്ങ് വരെ പോയി. ഇത് ഇവിടെ വന്നിപ്പോ കണ്ടെയ്നർ അവിടെ ഇരിക്കുന്നു. കണ്ടെയ്നർ വന്ന തടിയുടെ മൊത്തം കണക്കുകൾ ഇനി കൊടുക്കേണ്ടി വരുമോ? അത് നമുക്കറിയത്തില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ കണക്കെടുപ്പ് നടത്തുന്നു. ഇത് ഞങ്ങളെ കടലിന്റെ തടി എടുക്കാൻ പോയി കാല് മുറിഞ്ഞവരുണ്ട്, കൈ മുറിഞ്ഞവരുണ്ട്. എന്നിട്ട് ഇത് വന്ന് മേളി വലിച്ചിട്ട് ഇരുന്നപ്പോൾ അവർ വന്ന് എടുത്തിട്ടു. ഇത് അവരെടുത്ത് വെച്ച് ഇത് എവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അവർക്കറിയത്തില്ല എന്ത് പറയാൻ. ഇത് അല്ലെങ്കിൽ ഇത് അവിടെ ഒരു സംഭവങ്ങൾ ഇരിക്കുന്നത്. ഇതൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊന്നും ചോദിക്കാനൊന്നും വന്നില്ല. ഇനിയിപ്പോൾ ആ കണ്ടെയ്നർ അവിടെ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ ഈ കടലൊക്കെ പദം പോകുന്ന സമയത്ത് കരമടി വലിക്കുന്ന സ്ഥലമാണ്. ഇതാരെടുത്ത് മാറ്റും? ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെടത്തില്ല. അതിനെക്കുറിച്ച് അവർ പറഞ്ഞ ഇത് പിന്നീട് എടുത്ത് മാറ്റുന്നു. ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി പരിസരത്ത് തിരിഞ്ഞു നോക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അത് ഉറപ്പാണ്. വേറെ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പോലീസുകാരുടെ അടുത്ത്, എസ് ഐയുടെ അടുത്ത് പറഞ്ഞു. ആ വീഡിയോ എടുത്തതിൻ്റെ ഈ വലിച്ചു കയറ്റുന്നതിൻ്റെ വീഡിയോ എടുത്തതിൻ്റെ ആരും ഈ തടിയൊന്നും വീട്ടുകളിലൊന്നും കൊണ്ടുപോയില്ലല്ലോ. തടി പിടിച്ച് കരകയറ്റി വെച്ചല്ലേ ഉള്ളൂ. ഇവിടെ തന്നെ ഉണ്ട്. ഒരു തടിയും കൊണ്ടുപോയില്ല. ഏത് വീട്ടിൽ പോകണമെങ്കിലും ചെക്ക് ചെയ്യാം ഇവിടെ. അതിനൊരു കുഴപ്പമില്ല, ആരും കൊണ്ടുപോകത്തില്ല. ഇവിടെ നിന്ന് ആരും കട്ടും ജീവിക്കുന്നവരല്ല, എല്ലാം മത്സ്യത്തൊഴിലാളികൾ എല്ലാം അധ്വാനം ജീവിക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ അധ്വാനം ജീവിക്കുന്നവരാണ്. ഈ ബീച്ചിൽ പോയി എത്ര പേരെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാം. എൻ്റെ അവിടെ ലൈഫ് ഗാർഡിന് എടുത്ത് വെച്ചാൽ മതി. അവന്മാരവിടെ വരാത്ത സമയത്ത് പോലും ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സംഭവം വന്നപ്പോൾ പറയാം ഞങ്ങൾ ഇവിടുത്തുള്ളവരെ പേരിൽ കേസ് എടുക്കുന്നത്. അത് ഏത് പോകുമ്പോൾ നമുക്കറിയത്തില്ല. ഇത് കാലത്ത് എത്ര മണിക്കാണ് ഇത് തടി വന്നു തുടങ്ങി? 9 മണിയൊക്കെ ആവും. അപ്പോൾ വന്ന ഇപ്പോൾ തടിയെല്ലാം പിടിച്ച് കയറ്റിയല്ലോ. വന്ന് ഇവിടെ നിന്ന് ഒഴുകിപ്പോയി നമുക്ക് പരമാവധി കിട്ടുന്നതൊക്കെ പിടിച്ച് കയറ്റി. ഇത് ആ പാറയുടെ അവിടം വരെ പോയിട്ടുണ്ട് തടി. ഇനി കുറേ തടി എന്ന് പറഞ്ഞാൽ താന്നു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല വെയിറ്റ് ആയിരുന്നു തടിക്ക്. പകുതി മുങ്ങിയെന്താന്ന് വന്നത്. ഇവിടത്തുള്ള ഒട്ടുമിക്ക പേരും നീന്തി എടുത്തത് കടലടിക്ക്. ഇവിടെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഇവർ എന്ത് തെറ്റാണ് ചെയ്ത് അവർ ഇങ്ങനെയുള്ള രീതിയിൽ അവരെ പേര് കേസെടുക്കുമെന്നുള്ള ഒരു ഭയപ്പാടോടുകൂടിയാണ് അവർ കൊല്ലത്ത് നിൽക്കുന്നത്. കടലിൽ ഇറങ്ങുന്നതിന് പേടിയൊന്നും ഇല്ലയോ? എത്ര തടി പിടിച്ചു കയറ്റി? ആരോടൊക്കെ പിടിച്ചു കയറ്റിയ? അത് ശരി, നിങ്ങൾ എല്ലാരും ഇന്ന് കടലിൽ നിന്ന് തടി പിടിച്ചു കയറ്റി ഇല്ലയോ? നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ല കടലിൽ ഇറങ്ങുന്നതിനൊന്നും? അത് ശരി. ഇനിയിപ്പോൾ സ്കൂളെന്നാ ഇറങ്ങുന്നത്? 2-ാം തീയതി. ഇതിലെന്താ പറയുന്നത്? കപ്പൽ ഈ കണ്ടെയ്നർ മറിഞ്ഞതിനെ കുറിച്ചൊക്കെ. കണ്ടെയ്നറുകൾ കരയ്ക്ക് എടുത്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രെയിൻ ഓപ്പറേറ്ററും ഇന്നലെ മുതൽ ഇവിടെ നമ്മുടെ പോർട്ടിൽ സജ്ജമായിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഓഫീസർമാരുടെ നിർദ്ദേശം അനുസരിച്ച് ക്രെയിൻ ഓപ്പറേറ്റർമാർ കൃത്യമായ ആ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും ഇരിക്കുകയാണ്.
അപ്പോൾ ഇത് ഇറക്കുന്നില്ല, ഈ സാധനങ്ങളൊക്കെ തടിയൊക്കെ പിടിച്ചിപ്പോൾ മേടിച്ചോണ്ട് വന്ന് ഇറക്കുന്നല്ലോ, അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ആരാ കൊടുക്കുന്നതെന്ന് വല്ല തീരുമാനം ആയോ? അത് ഓഫീസ് ലെവലിലാണ് അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ പൈസ അടച്ചെങ്കിൽ മാത്രമാണ് ഇത് സാധാരണ ഇറക്കാനുള്ള അനുമതി കൊടുക്കുന്നത്. ഓക്കെ.